നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ മാറി മാറി വന്ന ക്ലൈമാക്സിനൊടുവിൽ ആറ്റിങ്ങൽ ഉറപ്പിച്ചിരിക്കുകയാണ് അടൂർ പ്രകാശ്. 1708 വോട്ടുകളുടെ വളരെ നേർത്ത ഭൂരിപക്ഷത്തിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് ജയിച്ചിരിക്കുന്നത്. വളരെ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പിടിതരാതിരുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം. മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ അവരുടേതായ ലീഡ് ഉയർത്തുമ്പോൾ ആറ്റിങ്ങലിൽ മാത്രം അത് മാറി മറിഞ്ഞുകൊണ്ട് വന്നിരുന്നു. ഒരു സമയം വരെ അടൂർ പ്രകാശും പിന്നീട് വി ജോയും അങ്ങനെ മാറി മാറിയായിരുന്നു ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥികളുടെ വോട്ടിന്റെ ഭൂരിപക്ഷം കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ യാതൊരു തരത്തിലും ആരായിരിക്കും ക്ലൈമാക്സിൽ വിജയിക്കുക എന്നുള്ള ഒരു പിടിതരാതിയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ലീഡ് നില മുൻപിട്ട് നിന്നിരുന്നത്. ഒടുവിൽ ഇപ്പോൾ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അടൂർ പ്രകാശ് തന്നെയാണ് ആറ്റിങ്ങലിൽ 1708 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ അടൂർ പ്രകാശ് മുന്നിട്ട് നിന്നിരുന്ന മണ്ഡലത്തിൽ നിമിഷങ്ങൾക്കകമായിരുന്നു LDFന്റെ വി ജോയ് ലീഡ് തിരിച്ചുപിടിച്ചത്. ആ ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. 1-2 സ്ഥാനക്കാരെക്കാൾ അധികം പിന്നിലല്ലാതെ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള BJPയുടെ വി മുരളീധരനും കടുത്ത പോരാട്ടമായിരുന്നു കാഴ്ചവെക്കുന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ആർക്കും വ്യക്തമായ സാധ്യത നൽകാതെ അല്ലെങ്കിൽ 3 പേർക്കും ഒരുപോലെ സാധ്യത കൽപ്പിക്കുന്ന തരത്തിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കുതിച്ചത്. ഇടയ്ക്ക് BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനും ഒന്നാമതെത്തിയിരുന്നു. കഴിഞ്ഞ തവണ BJPക്കായി മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകളേക്കാൾ കൂടുതലാണ് മുരളീധരൻ നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. BJP ശക്തി കാട്ടിയത് ഇരുമുന്നണികളുടെയും ഭൂരിപക്ഷത്തെ മാറ്റിമറിച്ചു. പാലക്കാട് സീറ്റ് പ്രതീക്ഷിച്ച ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായാണ് ആറ്റിങ്ങലിലെത്തിയത്. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വർധനമുണ്ടായി. മുൻ തിരഞ്ഞെടുപ്പിൽ ഗിരിജാകുമാരി നേടിയ 90,522 വോട്ടുകൾ ശോഭ 2,48,81 വോട്ടായി ഉയർത്തിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് 3,80,995 വോട്ട് നേടിയപ്പോൾ CPS സ്ഥാനാർത്ഥി സമ്പത്തിന് ലഭിച്ചത് 3,42,748 വോട്ടുകളായിരുന്നു. അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം 38,247 വോട്ടായിരുന്നു. വോട്ട് വിഹിതം വർദ്ധിച്ചതോടെ മണ്ഡലത്തിൽ BJPയുടെ താൽപര്യവും വർദ്ധിച്ചു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം 3 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചു. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. LDFും UDFും 1-2 സ്ഥാനങ്ങൾ മാറി മാറി വരുന്ന കാഴ്ചയായിരുന്നു വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ കാണാനായിട്ടുണ്ടായിരുന്നത്. ആദ്യ മണിക്കൂറുകളിൽ അടൂർ പ്രകാശ് മുന്നിലെത്തിയെങ്കിലും പിന്നീട് മണിക്കൂറുകളോളം ജോയ് നേരിയ ലീഡ് നിലനിർത്തുകയായിരുന്നു. എങ്കിലും വോട്ടെണ്ണൽ 4 മണിക്കൂർ പിന്നിടുമ്പോൾ ആർക്കും 2000 വോട്ടിനപ്പുറമുള്ള ഒരു ലീഡിലേക്ക് കടക്കാനായിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു. ആറ്റിങ്ങൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഏതായാലും കേരളം കാത്തിരുന്ന അല്ലെങ്കിൽ കേരളം പിന്നീട് ഒരുവിധമൊക്കെ എല്ലായിടത്തും വോട്ട് ലീഡ് കഴിഞ്ഞപ്പോൾ കേരളം ഒറ്റ നോട്ടത്തിൽ കാത്തിരുന്നത് ആറ്റിങ്ങലിലെ ഫലം എന്താകുമെന്നായിരുന്നു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്തിറങ്ങിയതോടെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉയർന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. 3 മുന്നണികളും മണ്ഡലത്തിൽ വിജയം അവകാശപ്പെടുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന് വേണ്ടി സിറ്റിംഗ് MP അടൂർ പ്രകാശ് രണ്ടാമതും ജനവിധി തേടിയപ്പോൾ LDF രംഗത്തിറക്കിയത് വർക്കല MLAയും പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായ VS ജോയി ആയിരുന്നു. ഏതായാലും ഇപ്പോൾ ഇത്തവണ ആറ്റിങ്ങൽ മണ്ഡലം അടൂർ പ്രകാശിനൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ നിന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിജയമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു ആറ്റിങ്ങൽ നടന്നിട്ടുള്ളത്. ഏതായാലും 1708 ഭൂരിപക്ഷത്തിന്റെ വോട്ടുകളിലാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെ വീണ്ടും വിജയിച്ചിരിക്കുന്നത്.